കേരളത്തിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയ്ക്ക് കല്ലടിക്കോട് വിപുലമായ സ്വീകരണം നൽകും. കരിമ്പ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് കല്ലടിക്കോട് ഏരിയ യാത്ര എലുമ്പലാശ്ശേരി ദാക്ഷായണി ബാലാശ്രമത്തിൽ നിന്നും ആരംഭിക്കും. 8:30 കാരാകുറിശി അയ്യപ്പൻകാവ് പരിസരം, 9:30 തച്ചമ്പാറ ടൗൺ, 10 മുതുകുറിശി കിരാതമൂർത്തി ക്ഷേത്രം, 12 കരിമ്പ തേക്കിൻകുളം ലക്ഷ്മിനാരായണ ക്ഷേത്രം, 2 കാട്ടുശ്ശേരി അയ്യപ്പൻകാവ്, 3 കുനിപ്പാറ സരസ്വതി ശിശുവിദ്യാമന്ദിരം. തുടർന്ന് സമാപന ഹിന്ദു സംഗമമായി പുലാപ്പറ്റ ചെറുനാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കും. കേരളത്തിലെ വിവിധ സന്യാസി മഠങ്ങളുടെ ആഭിമുഖ്യത്തിൽ അവരുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ മാർഗദർശക മണ്ഡലത്തിൻ്റെ ഒരു വണ്ടി വാഹന യാത്ര അല്ലെങ്കിൽ ധർമ്മസന്ദേശ യാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. 18-ാം തീയതി പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു. നാളെ 22-ാം തീയതി മണ്ണാർക്കാട് എത്തി കല്ലടി കരിമ്പ പഞ്ചായത്തിൽ കല്ലടിക്കോടും കരിമ്പ തേക്കിൻകുടം ക്ഷേത്രത്തിലും സ്വീകരണം നൽകുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം ഹൈന്ദവ സമൂഹത്തിനെ ജാഗരൂകരാക്കുന്നതിന് വേണ്ടിയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധർമ്മ സന്ദേശ യാത്രയാണ് ഇതിലെ ഉദ്ദേശം. അപ്പം അതുകൊണ്ട് എല്ലാ ഹൈന്ദവ സഹോദരന്മാരും ഹിന്ദു വിശ്വാസികളും ഈ ധർമ്മരക്ഷായാത്രയിൽ പങ്കുകൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന്റെ ഭാഗമായി കരിമ്പ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ BK ചന്ദ്രകുമാർ, P ശശീന്ദ്രൻ, A മധുസൂദനൻ, രാഹുൽ ആചാരത്ത്, PM ശിവദാസ് എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ സന്യാസി മഠങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്ര ഈ മാസം 22 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തേക്കിൻകുടം ശ്രീ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലും, ഉച്ചയ്ക്ക് 2 മണിക്ക് കല്ലടിക്കോട് ശ്രീ കാട്ടുശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിലും കരിമ്പ പഞ്ചായത്ത് സ്വാഗത സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുകയാണ്. ധർമ്മ സന്ദേശയാത്ര സനാതന ധർമ്മ വിശ്വാസികളുടെ ധർമ്മ രക്ഷയ്ക്കായി, ധർമ്മം സംരക്ഷിക്കുന്നതിനായുള്ള ഒരു സന്ദേശമായിട്ടാണ് ഈ യാത്ര നടത്തുന്നത്. ഈ യാത്രയിൽ എല്ലാ സനാതനധർമ്മ വിശ്വാസികളും, കരിമ്പ പഞ്ചായത്തിലെ മുഴുവൻ സനാതനധർമ്മ വിശ്വാസികളും പങ്കെടുത്ത് ഈ പരിപാടി വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ശ്രീകോവിലിൽ നിന്നുമുള്ള ദീപം അണയാതെയാണ് ഈ യാത്രയിൽ വരുന്നത്. ശ്രീരാമ ക്ഷേത്രത്തിലെ രാമപാദുകം, പൂജിച്ച രാമപാദുകവും ഈ യാത്രയ്ക്കൊപ്പം വരുന്നുണ്ട്. അതുപോലെ ഈ രാമപാദുകത്തിൽ ഗംഗാജലം കൊണ്ട് ശംഖാഭിഷേകം നടത്താനുള്ള അവസരവും വിശ്വാസികൾക്ക് ഈ രഥയാത്രയിലുണ്ട്. അതുപോലെ ഈ രാമക്ഷേത്രത്തിൽ പൂജിച്ച വെള്ളി നാണയം, ശംഖാഭിഷേകം നടത്തിയ തീർത്ഥമെല്ലാം ഈ യാത്രയ്ക്കൊപ്പം വിശ്വാസികൾക്ക് ലഭിക്കും. എല്ലാ സനാതനധർമ്മ വിശ്വാസികളും ഈ പരിപാടിയിൽ, ഈ യാത്രയിൽ പങ്കുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കണമെന്ന് കരിമ്പ പഞ്ചായത്ത് സ്വാഗത സംഘത്തിന് വേണ്ടി വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ചേട്ടൊരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.